Hi dears, Nishi's Kitchen Vlogs like Swagadam. In the Ndakit Gond the Laddu. This Gond healthy edible gammane. This is winter like Karikan, Aro getting Aladane. Upper than Indakanoka. Naneda, I imber the gram Gond editinde. This is edible gammane, healthy ane. This is nail worth. Naneda, add pate or ginger tea which is Chudaki tinde. This lake or a tablespoon nail which is Chudaka. നെയ്യ് ചൂടാവുമ്പോൾ എടുത്തു വെച്ച ഗോന്ത് ഇതിലേക്കിട്ട് വറുത്തെടുക്കാം. ഇപ്പോൾ ഗോന്ത് വറുത്തിട്ടായിട്ടുണ്ട്. ഇത് വറുത്തിട്ടാവുമ്പോൾ പൊങ്ങി ഇങ്ങനെ വീർത്ത് വരും. അതാണ് പാകം. ഇതിനി കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതേ പാനിലേക്ക് വീണ്ടും 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് 1/2 കപ്പ് മഖാന ഇട്ട് വറുത്തെടുക്കാം. ഇപ്പോൾ മഖാന വറുത്തിട്ടായിട്ടുണ്ട്. ഇത് ആയോന്ന് അറിയാൻ വേണ്ടി ഇതിൽ നിന്ന് ഒരെണ്ണെടുത്ത് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഈസിയായി പൊടിഞ്ഞു കിട്ടും. അതാണ് പാകം. ഇതിനി കോരി മാറ്റാം. നേരത്തെ വറുത്തെടുത്ത ഗോന്തിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് നട്ട്സ് വറുത്തെടുക്കണം. ഞാനിവിടെ കുറച്ച് ബദാമും കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് പിസ്തയും എടുത്തിട്ടുണ്ട്. ഇത് ഓരോന്നും ഏകദേശം 50 ഗ്രാം ഉണ്ടാവും. ചീഞ്ചട്ടിയിലേക്ക് വീണ്ടും നെയ്യ് ഒഴിച്ച് ചൂടാക്കി എടുത്തു വെച്ച അണ്ടിപ്പരിപ്പും ബദാമും പിസ്തയും ഇട്ട് വറുത്തെടുക്കാം. ഇതിപ്പോൾ വറുത്തിട്ടായിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. വീണ്ടും നെയ്യ് ഒഴിച്ച് ചൂടാക്കി കുറച്ച് ഉണക്ക മുന്തിരി വറുത്തെടുക്കാം. മുന്തിരി വറുത്തിട്ടായിട്ടുണ്ട്. ഇത് കോരി മാറ്റാം. ഇനി 1 ടേബിൾ സ്പൂൺ എള്ള് വറുത്തെടുക്കാം. എള്ള് വറുത്തിട്ടായിട്ടുണ്ട്. ഇതിന്റെ കളർ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. അതാണ് പാകം. ഇത് നേരത്തെ ഉണക്ക മുന്തിരി വറുത്തതിന്റെ കൂടെ ഇടാം. ഇനി 1 ടേബിൾ സ്പൂൺ വെളുത്ത കസ്കസ് വറുത്തെടുക്കാം. ഇപ്പൊ കസ്കസും വറുത്തിട്ടായിട്ടുണ്ട്. ഇത് കോരി മാറ്റാം. വെള്ളം വറുത്തതിന്റെ കൂടെ ഇടാം. വറുത്തെടുത്തതെല്ലാം ചൂടാറിയിട്ടുണ്ട്. ഇനി പൊടിച്ചെടുക്കാം. ആദ്യം മഖാനയും ഗോന്തും പൊടിച്ചെടുക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇതിനി പൾസ് മോഡിൽ 3-4 സെക്കൻഡ്സ് അടിച്ച് തരിതരിപ്പായി പൊടിച്ചെടുക്കാം. മഖാനയും ഗോന്തും തരിതരിപ്പായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി അണ്ടിപ്പരിപ്പും ബദാമും പിസ്തയും വറുത്തെടുത്ത് പൊടിച്ചെടുക്കാം. ഇതിപ്പം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ബൗളിലേക്ക് മാറ്റാം. ഇതിന്റെ കൂടെ നേരത്തെ വറുത്തെടുത്ത ഉണക്കമുന്തിരിയും വെളുത്ത കസ്കസും എള്ളും കൂടെ ചേർക്കാം. ഇത് പൊടിക്കുന്നില്ല, ഇങ്ങനെ തന്നെ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങാപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കുന്ന തേങ്ങാപ്പൊടിയാണ്. ഫ്രഷ് തേങ്ങ ചിരകിയത് ഉപയോഗിച്ചാലും മതി. ഫ്രഷ് തേങ്ങ ചിരകിയതാണെങ്കിൽ പാനിലിട്ട് ചെറുതായി ഒന്ന് ചൂടാക്കി ചേർക്കാം. ഇനി മധുരത്തിന് വേണ്ടി ഞാനിവിടെ
ഈന്തപ്പഴാണ് എടുത്തിട്ടുള്ളത്. ഒരു 15 ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴമാണ്. ഇതാ അങ്ങനെ പെട്ടെന്ന് അരച്ചെടുക്കാൻ പറ്റുന്ന സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴമാണ്. ഈന്തപ്പഴം എടുക്കുന്നത് ഇങ്ങനത്തെ സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴം എടുക്കുക. ഇത് കുരുകളഞ്ഞ് മിക്സിയിൽ അരച്ചെടുക്കുക. ഈന്തപ്പഴം കുരുകളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇത് അരച്ചെടുക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇതിനെ അരച്ചെടുക്കാം. ഇപ്പൊ അരച്ചെടുത്തിട്ടുണ്ട്. ഈന്തപ്പഴം അരച്ചെടുത്ത് ഇതാ ഇപ്പൊ ഇങ്ങനെയുണ്ട്. ഇതാ നല്ല പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നേരത്തെ ലഡുവിന് വേണ്ടി റെഡിയാക്കി വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് മിക്സ് ആവാൻ വേണ്ടി മാത്രം ഈന്തപ്പഴത്തിന്റെ കൂടെ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. പൾസ് മോഡിൽ 3-4 സെക്കൻഡ്സ് അടിച്ചെടുത്താൽ മതിയാവും. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടർ ചേർക്കുന്നുണ്ട്. ഇതുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ഒഴിവാക്കി ചെയ്യാം. 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ചുക്കുപൊടി ചേർക്കാം. ഇനി എല്ലാം കൂടെ പൾസ് മോഡിൽ 3-4 സെക്കൻഡ്സ് അടിച്ചെടുക്കാം. എല്ലാം കൂടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിനി ഉരുട്ടി ലഡുവാക്കി എടുക്കാം. കുറച്ചെടുത്ത് ഇങ്ങനെ ഉരുട്ടി ലഡുവാക്കാം. ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ളത് കൂടെ ഇതേപോലെ ഉരുട്ടി ലഡുവാക്കി എടുക്കാം. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഗോന്ത് ലഡു റെഡിയാണ്. ഉണ്ടാക്കി കഴിക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. താങ്ക് യു.